കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ കീർത്തി കൂടി ചേരുന്നുണ്ട്. കീർത്തി, കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് പ്രത്യേകിച്ച് നഗരമേഖലയിൽ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ നേരിയ തോതിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കുറച്ചു സമയം മുൻപ് വരെ ഉണ്ടായിരുന്നു. നിലവിൽ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? കാവ്യ, കൊച്ചി നഗരത്തിൽ എന്തായാലും മഴ ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാലാവസ്ഥ ഇപ്പോൾ ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് കാണുന്നത്. വെയിലുണ്ട്, എന്നാൽ മിനിറ്റുകൾക്കകം നിമിഷങ്ങൾക്കകം തന്നെ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിയുന്ന ഒരു സ്ഥിതി കൂടി ഇവിടെയുണ്ട്. അല്പസമയം മുൻപ് നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും നേരിയ മഴ തുടരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട് എം എ അബൂബക്കർ സ്കൂളിലാണ്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ അത്താണിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവിടെ ക്യാമ്പ് ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ നിരവധി കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായ മഴയിലും നിരവധി കുടുംബങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. നിലവിൽ 26 പേരാണ്, 10 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എപ്പോഴാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് അവരുടെ വീട്ടിലെ സാഹചര്യം, എപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിലാണോ വന്നതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എപ്പോഴായിരുന്നു ഇങ്ങോട്ട് വന്നത്? 9 മണിയൊക്കെ ആയി. ഇന്നലെ 9 മണിയൊക്കെ ആയി. മഴയും ശക്തിയായിട്ട് ഇങ്ങനെ മഴയും കാറ്റും കൊണ്ട് വന്ന് വെള്ളം നിറയെ വീട്ടിൽ വന്നിട്ട് വീട് ഈ കോൺക്രീറ്റ് വാള് വാർത്ത് വെച്ചേക്കണം വീട്ടിലേക്ക് വന്ന് മറിഞ്ഞ് വീണ് എന്നാണ്. ഞാൻ വീട്ടിലുണ്ടായ പിള്ളേർ എൻ്റെ 1.5 വയസ്സായൊരു കൊച്ച്, 3 വയസ്സായൊരു കൊച്ച്, 4 പേരുണ്ടായി വീട്ടിൽ. അവർ ഓടി പുറത്ത് രക്ഷപ്പെടുക ചെയ്ത്. പിന്നെ വെള്ളവും കൂടെ വന്നിട്ട് എന്താണെന്നൊന്നും പറയാൻ പറ്റണ്ടല്ല. കാറ്റും മഴയും ഈ കുറേ മതിൽ വാർത്ത് വെച്ചേക്കണത് വീട്ടിലേക്ക് വന്നിങ്ങനെ ഇടിഞ്ഞ് വീഴണമായിരുന്നു. ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അവരുടെ കാര്യം കൊണ്ടുവരാൻ ഇവിടെ അവർക്ക് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും ഒന്നും ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം അടുത്തൊരു വീട്ടുകാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അന്നേരം വന്നിട്ടുണ്ടായി ഇവിടെ. അപ്പോൾ കുഞ്ഞു മക്കളാണ്. 1.5 വയസ്സായിട്ടുള്ളൂ ഇളയ മോൻ്റെ കൊച്ചിന്. മൂത്ത മോൻ്റെ കൊച്ചിന് 2.25 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവരിപ്പോൾ അടുത്ത വീട്ടിൽ പോയേക്കണതാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായിരുന്നല്ലോ ഇന്നലെ മഴ പെയ്ത്, അതിശക്തമായ മഴയായിരുന്നു. ആദ്യമായാണോ വീട്ടിൽ വെള്ളം കയറുന്നത്? അതിപ്പോൾ 10-15 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു മഴയൊക്കെയാണ് ആ വെള്ളം അങ്ങനെ മൊത്തത്തിൽ താഴത്തേക്ക് ഊർന്നു വന്നത്. അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ അമ്മ പറയുകയുണ്ടായി വീടിനൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചു. അടക്കളയൊക്കെ മൊത്തം ഇതായി ഈ മതിലും വീട്ടിലും മുട്ടിയിരിക്കേ മറിയാൻ. ഇനിയിപ്പോൾ നല്ലൊരു മഴ പെയ്താൽ അതും കൂടി ഇങ്ങോട്ട് പോരും. ഇനി വെള്ളം വരാതിരിക്കുകയാണെങ്കിൽ എൻ്റെ വീട് തകർന്നു പോകില്ലായിരുന്നു. ഇത് വീടും മതിലും മറിഞ്ഞിരിക്കുക എൻ്റെ വീട്ടിലേക്ക്. ഇതുവരെ വെള്ളത്തിന് പോലും ഇത് മറ പോലും വെച്ചിട്ടില്ല. കവ്യ, ദുസ്സഹമാണ് ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ. കുടുംബങ്ങളൊക്കെ തന്നെ ദുഃഖത്തിലാണ്. അവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടായിരുന്ന വീടാണ്. അപ്രതീക്ഷിതമായിരുന്നു കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയുണ്ടായിരുന്നത്. ഇതിനു മുൻപൊന്നും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാത്ത സ്ഥലങ്ങളാണ്. അതാണ് അവരെ ഏറെ ബുദ്ധിമുട്ടിച്ചത്. യാതൊരു മുൻകരുതലും അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ വെള്ളക്കെട്ടുണ്ടാകാറുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ മഴ വരുന്ന സമയത്ത് തന്നെ അവരുടെ സാധനങ്ങൾ മാറ്റുകയും നേരത്തെ തന്നെ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമായിരുന്നു. എന്നാൽ ഇവരുടെ കാര്യം മറിച്ചാണ്. ഒരു മുൻകരുതലും ഉണ്ടായിരുന്നില്ല. അത്തരം സ്ഥലങ്ങളിലൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. ഇടറോഡുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നത് കൂടാതെ മറ്റ് പലയിടങ്ങളിൽ ഇതുവരെ വെള്ളം കയറാത്ത ഇടങ്ങളിലൊക്കെ വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പ്രളയമൊക്കെ വന്ന സമയത്തും ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം ആ സമയം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തിരി വെള്ളം വരും, മുറ്റത്ത് വീഴുമെന്നല്ലാതെ ഇങ്ങനെ ഒരു പ്രതീക്ഷയും ഒരു ഇതില്ലാത്തൊരു സംഭവം ഇന്നലെ ഉണ്ടായത്. എൻ്റെ കുഞ്ഞുങ്ങൾ വരക്കാത്ത് കിടന്ന് ഉറങ്ങണമായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി തുടങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിരവധി കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് ശുചീകരിക്കണം, കേടുപാടുകളൊക്കെ ഇനി മാറ്റം ശുചീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചു കഴുകുക എന്തും ചെയ്യണമെന്ന് ഞങ്ങൾ ചെയ്തു. ഇത് അതല്ലല്ലോ, ഈ മതിൽ വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കല്ലേ. ഈ ഒരു ഇച്ചിരി സ്ഥലമല്ലല്ലോ ഇങ്ങനെ ഇത്രയും നീളത്തിൽ ഇങ്ങനെ മതിൽ വന്ന് കോൺക്രീറ്റ് വാള് വന്ന് വാർത്ത് വെച്ചേക്കണത് വന്നും ചാരി നിൽക്കുക. അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അടുത്ത വീടുകളിലൊക്കെ സമാന സ്ഥിതി തന്നെയാണ്. അടുത്ത എൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരിച്ചിരി പ്രശ്നമുണ്ട്. ഇതെൻ്റെ വീട്ടിലേക്ക് പോലെയുള്ളത് ഒരാൾക്കും സംഭവിച്ചിട്ടില്ല. ഇതാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ കാഴ്ചകൾ. നമുക്കിനി മറ്റ് ഇടങ്ങളിലേക്ക് കൂടി പോയി നോക്കിയാൽ ഇവിടുത്തെ
വളരെ ദയനീയമാണ് കാവ്യ അടുത്ത സ്ഥിതി. എന്തായാലും തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സാധാരണ ഇടങ്ങളിൽ മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന വീടുകളിൽ ആളുകൾ ഇവിടെ ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളൊരു ചേച്ചിയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം, എങ്ങനെയാണ് മഴ തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരാറാണ്? തന്നെ ഇങ്ങോട്ട് പോരാനുള്ള വന്നിട്ട് അവർ വന്ന് പറയും, തലേ ദിവസം മഴ പെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് കൊണ്ടുവരും. സാധാരണ ഒരു മഴ പെയ്താൽ തന്നെ വീട്ടിൽ വെള്ളം കയറാറുണ്ട്? വെള്ളമില്ല, മണ്ണിടിച്ചില്ല. മണ്ണിടിച്ചില്ല എവിടെ? അത്താണി ഭാഗം. അത്താനി ഭാഗത്ത്. ഇപ്പോൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 7 ദിവസമായി അല്ലേ? 5 വ്യാഴാഴ്ച വന്നത്. ഇവിടെ നിരവധി അസുഖമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അവർക്കൊക്കെ വേണ്ട മരുന്ന്, അത്തരം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? അതൊക്കെ ലഭിക്കാറുണ്ടോ? അതൊക്കെ ഉണ്ട്. ഇപ്പം ഡോക്ടർ വന്നിട്ട് മരുന്നൊക്കെ തരാറുണ്ട്. ഞങ്ങൾക്ക് ചുമയാണ്. അപ്പോൾ അവർ വന്ന് ഇന്നലെ വന്നിട്ട് മരുന്നൊക്കെ തന്നിട്ട് ഡോക്ടർമാരൊക്കെ വന്നിട്ട് പോയി. എല്ലാ ദിവസവും വരാറുണ്ട്? ദിവസം വരാറില്ല, ഒരു ഒന്നരാടം വരാറുണ്ട്. ഇന്ന് വരും. ഇപ്പോൾ ഇനി തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ വീടുകൾക്കൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ല? കേടുപാടുകളൊക്കെ മണ്ണിടിച്ചിൽ വരുമ്പോഴത്തേക്കും കേടുപാടുകളൊക്കെ സംഭവിക്കും. പിന്നെ അത് തന്നെയല്ല, പാമ്പും പഴുതാരകളൊക്കെ കയറിയിരിക്കും. പിന്നെ അവിടെയൊക്കെ സൂക്ഷിച്ച് വേണം നമുക്ക് അകത്ത് കയറാനായിട്ട്. ഇപ്പോൾ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? ഇപ്പോൾ ഇവിടെ 13 വീട്ടുകാരുണ്ട്. 26ഓളം ആളുകളുണ്ടല്ലേ? കവ്യ, ഇതാണ് ഈ കാക്കനാടുള്ള MA അബൂബക്കർ സ്കൂളിലുള്ള കാഴ്ചകൾ. നിരവധി ആളുകൾ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു സാധാരണ മഴ ഉണ്ടാകുമ്പോൾ തന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാറുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കുടുംബമാണെങ്കിൽ വെള്ളം ഇതുവരെ കയറാത്ത ഒരു വീടാണ്. ആ വീട്ടിലാണ് ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുകയും അവരുടെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത്. എങ്കിലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. കാവ്യ. ശരി കീർത്തി, ക്യാമ്പുകളിൽ ജനങ്ങൾ സുരക്ഷിതരായി തുടരുന്നതിൻ്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ കൂടിയാണ് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ ലഭിച്ചത്.